ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കേരള കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് കുറച്ച് മതി. അപ്പം ഞാൻ ഇതിനകത്ത് ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അരയ്ക്കാൻ പോവുകയാണ്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീനിൽ പുരട്ടി വയ്ക്കാം. ഈ വരഞ്ഞേക്കണതിൻ്റെയൊക്കെ ഇടയ്ക്ക് വഴി വെക്കണം. ഞാൻ വരഞ്ഞിട്ടുണ്ട് മീൻ നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അരപ്പ് പിടിപ്പിക്കണം. ഇത് ഞാൻ അരപ്പ് പുരട്ടി വെച്ചു. 4 മീനുണ്ട്, 4 അരപ്പ് പുരട്ടി വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒന്ന് അരപ്പൊക്കെ പിടിക്കട്ടെ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടപ്പയിൽ വെച്ചു. അതിനകത്തേക്ക് പാത്രം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് മതി, ഒത്തിരി എണ്ണ വേണ്ട. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിടാം. ഇനി ഇതിൻ്റെ മീതെ ഒരു കറിവേപ്പില വിതറിയിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് വിതറിയിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കേരള കരിമീൻ ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.